പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പിൻ്റെ സോഫ്റ്റ്വെയറാണ്. WS സെൻറ്റർ 3.6 നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. മൊബൈൽ ഫോണിലൊന്നും വർക്ക് ചെയ്യില്ല. കുറേ ആളുകൾ എൻക്വയറി ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളുണ്ടോ എന്നാണ്. ഒന്നുകൂടി നമുക്ക് ഉപയോഗിക്കാനും അതിലെ എല്ലാ ഫീച്ചേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്രോമിലെ എക്സ്റ്റൻഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. മൊബൈൽ ഫോണിലുണ്ട്, ആപ്പുകളും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല പറഞ്ഞത്. ഒന്നുകൂടി അഡ്വാൻസ് ഫീച്ചേഴ്സൊക്കെ വരുന്നത് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾക്കായിരിക്കും. ഞാൻ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. നോർമൽ നമുക്കറിയുന്ന രണ്ട് ഫീച്ചേഴ്സ് ഒന്ന് പക്ഷേ മെസ്സേജ് ചെയ്യുക, ബൾക്കായിട്ട് മെസ്സേജ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഏകദേശം ഒരു 12ഓളം ഫീച്ചേഴ്സുകൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് ഓരോ ഫീച്ചേഴ്സുകളെ പരിചയപ്പെടാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഒന്നാമത് ഈ കാണുന്ന ഈ ഒരു സ്പേസിൽ നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതിന് മുമ്പായി നമുക്കിവിടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി നമുക്ക് ആവശ്യമായ വാട്സപ്പ് നമ്പർ അവിടെ ലിങ്ക് ചെയ്ത് വെക്കാം. മൾട്ടിപ്പിളായിട്ട് തന്നെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ലിങ്ക് ചെയ്യാൻ ആഡ് അക്കൗണ്ട് കൊടുക്കുക. ആ അക്കൗണ്ടിന് നമ്മളൊരു നെയിം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം നമ്മളിവിടെ ലോഡ് കൊടുത്താൽ നമ്മുടെ വാട്സപ്പിൻ്റെ QR കോഡ് അവിടെ വെളിവാവും. അവിടെ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ട് വാട്സപ്പ് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിൽ ബൾക്ക് മെസ്സേജ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ എക്സലിലാണ് നമ്പർ ഉള്ളതെങ്കിൽ ആ നമ്പേഴ്സുകൾ ഇവിടെ എക്സൽ ഫയലിലുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ എക്സൽ ഫയലിൻ്റെ ഒരു മോഡൽ ഇതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് നമ്പേഴ്സുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൺട്രി കോഡ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം, ഇല്ലെങ്കിൽ മെസ്സേജുകൾ ഫെയിലാവും. കൺട്രി കോഡ് നിർബന്ധമായിട്ട് ചേർക്കണം. ഇന്ത്യയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും ആ രാജ്യങ്ങളിലൊക്കെ കൺട്രി കോഡ് അടക്കമാണ് നമ്മൾ മെസ്സേജ് അയക്കാൻ വേണ്ടി നമ്പർ എൻ്റർ ചെയ്യേണ്ടത്. നെയിം ഉണ്ടെങ്കിൽ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മെസ്സേജ് ഇവിടെ 1 2 3 4 5 ഉണ്ട്. നേരത്തെ മെസ്സേജ് ഇത് കണ്ട ആളുകൾക്ക് ചിലപ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ ഹായ് നമ്മളെ പറ്റിയുള്ള മെസ്സേജുകൾ മാത്രമായിരിക്കും, ഒരു ഇൻട്രൊഡക്ഷൻ മെസ്സേജ് കൊടുക്കും. രണ്ടാമത്തെ മെസ്സേജിലായിരിക്കും നമ്മളതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. മൂന്നാമത് നമുക്കതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അടക്കമുള്ള അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മെസ്സേജുകൾ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 1 2 3 4 5 മെസ്സേജുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത് ബോൾഡ് ചെയ്യാനും ഇറ്റാലിക് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനുകൾ അതിൻ്റെ ഐക്കണുകളൊക്കെ മേലെയുണ്ട്. ഈ സൈഡിൽ അതിൻ്റെ ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇതിനോട് കൂടെ ഇമേജോ അതല്ലെങ്കിൽ PDF ഏതാണോ വേണ്ടത് വെച്ചാൽ ഇതിൽ പറയുന്ന ഫയലുകളൊക്കെ നമുക്കതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പോൾ ഓപ്ഷൻ താഴത്തുണ്ട്. അതിന് തൊട്ട് താഴെ തന്നെ ഡിലേ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ മെസ്സേജുകൾക്കിടയിൽ എത്ര സെക്കൻഡ് ഗ്യാപ്പ് വേണം, 10 മെസ്സേജുകൾക്ക് ശേഷം എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് ഗ്യാപ്പ് എടുത്തിട്ടാണ് അടുത്തൊരു മെസ്സേജ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 00 അടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മെസ്സേജുകൾ പോകുന്ന എളുപ്പപ്പണി എടുക്കരുത്, നമ്പർ ബ്ലോക്ക് വരും. നോർമലി വാട്സപ്പ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മളതിൻ്റെ പൈസ കൊടുത്തെങ്കിൽ മാത്രമാണ് അവരുടെ എല്ലാ സർവീസും കിട്ടുള്ളൂ. ഒരു മെസ്സേജിന് 78 പൈസ മുതൽ ഓരോ മെസ്സേജുകൾക്ക് വ്യത്യസ്ത ചാർജുകൾ വെച്ചുകൊണ്ട് തന്നെ വാട്സപ്പ് ഈടാക്കുന്നുണ്ട്. ഈ പൈസ കൊടുക്കാതെ നമ്മൾ മെസ്സേജ് ഒന്നിച്ചയക്കുന്ന സമയത്ത് വാട്സപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം നമ്മൾ പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ പതിയെ നമുക്ക് ആവശ്യമായ രീതിയിൽ ഘട്ടം ഘട്ടമായി ചെറുതായി വലുതാവുക എന്ന രീതിയിലേക്ക് കുറച്ച് മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഇങ്ങനെ കൂടുതൽ മെസ്സേജുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം കസ്റ്റമർ നമുക്ക് തിരിച്ച് ഈ നമ്മൾ അയക്കുന്ന മെസ്സേജുകളോട് പ്രതികരിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് കൊടുക്കേണ്ടത്. ചില ആളുകൾ ബൾക്കായിട്ട് മെസ്സേജ് അയക്കും, ഒരാളും നമുക്ക് റീപ്ലൈ തന്നിട്ടുണ്ടാവില്ല. അത്തരം അക്കൗണ്ടുകളെ വളരെ പെട്ടെന്ന് വാട്സപ്പ് ബാൻ ചെയ്യും. ആവശ്യമായ മെസ്സേജുകളും അറ്റാച്ചുകളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്നുള്ളതിൽ കൊടുക്കാം. സ്റ്റാർട്ട് ക്യാമ്പയിൻ കൊടുത്താൽ നിലവിൽ ആവശ്യമായ കണ്ടൻറ്റുകളൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ്, നമ്പറൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അവ വരാത്തത്. അത് കൊടുത്ത് ആ വാട്സപ്പിൽ നിന്ന് നമ്മൾ ക്യാമ്പയിൻ നെയിം കൊടുത്ത് അവിടെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ചെയ്ത് ഏത് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് മെസ്സേജുകൾ പോകേണ്ടത് എന്നുള്ളത് അവിടെ ടിക്ക് എടുത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, സെൻഡ് കൊടുത്താൽ മതി. ഓക്കെ,
ഇതിൽ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പിലേക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുക. 10-20 ഗ്രൂപ്പുകളൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ ആളുകൾക്കൊക്കെ ആ ഗ്രൂപ്പുകളുടെ പേരുകൾ ഇവിടെ ഇങ്ങനെ എക്സലിൽ ആ വാട്സപ്പിൽ നമ്മൾ ലിങ്ക് ചെയ്യുന്ന വാട്സപ്പിൽ ഏത് രീതിയിലാണോ പേരുള്ളത് അതേ രീതിയിൽ പേരുകൾ ഇവിടെ കോപ്പി ചെയ്ത് എൻ്റർ ചെയ്തെടുക്കുക. ആ ഗ്രൂപ്പുകളുടെ പേരുകളൊക്കെ ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ആ പേരുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേ രീതിയിൽ തന്നെ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആവശ്യമായ ഫയലുകൾ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്പറുകളൊക്കെ എങ്ങനെയാണ് ഗ്രാബ് ചെയ്തെടുക്കുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. ഏറ്റവും മൂന്നാമത്തെ ഒരു ഓപ്ഷനിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഉപയോഗമുള്ള കുറേ ഫീച്ചേഴ്സുകളെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ബാക്കിയുള്ള ഫീച്ചേഴ്സുകളൊക്കെ നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ളത് ഉണ്ടാവില്ല. ഒന്നാമത് നമുക്കിതിൽ ഗ്രൂപ്പിലെ കോണ്ടാക്റ്റ് നമ്പേഴ്സുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അഡ്മിൻ ആവണം എന്ന് ഗ്രൂപ്പിൽ അങ്ങനത്തെ നിയമമില്ല. നമ്മളുള്ള ഏത് ഗ്രൂപ്പിലത്തെ കോണ്ടാക്റ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണിൽ ഗ്രൂപ്പിലുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫോണിലൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, ആ ഗ്രൂപ്പിൽ നിന്ന് കോണ്ടാക്റ്റുകൾ നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യമായ കോണ്ടാക്റ്റുകളൊക്കെ നമുക്ക് ഗ്രാബ് ചെയ്തെടുക്കാം. രണ്ടാമത്തേത് നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള നമ്പേഴ്സുകൾ മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. കോണ്ടാക്റ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിലുള്ള നമ്പേഴ്സുകളാണ്. ഇത് ഈ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. മൂന്നാമത്തത് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഡാറ്റകൾ മാത്രം എടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ 1000 ആളുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിൽ മെസ്സേജ് അയക്കുന്നത് ആകെ ഒരു 10, 30, 40, 50 ആളുകൾ മാത്രമായിരിക്കും. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡാറ്റ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണിത്. നാലാമത്തത് നമ്മുടെ ഫോണിൽ ഇതുവരെ ചാറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെയും ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. അഞ്ചാമത്തത് പോൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡാറ്റകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. എല്ലാത്തിലും ഒരേ രീതിയിൽ തന്നെയാണ്, ഞാൻ ഒന്നാമത്തത് മാത്രം കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ഇവിടെ വരിക, ക്ലിക്ക് ടു ഇനീഷ്യേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ നേരത്തെ നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഓപ്പൺ ആവും. ഇല്ലെങ്കിൽ ഇവിടെ എന്താവും, QR കോഡ് വെളിവാവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ ഗ്രാബ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പേഴ്സിൽ ഏതെല്ലാം ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പുകളുടെ പേരുകളൊക്കെ അവിടെ വിസിബിളാവും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, സേവ് കൊടുത്താൽ ചെറിയൊരു സെക്കൻഡ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് ആ ഫയൽ സേവ് ചെയ്തെടുത്താൽ മതി. ആ രീതിയിൽ തന്നെയാണ് ബാക്കി എല്ലാ ഓപ്ഷനുകളും വരിക. ഏത് രീതിയിൽ കണക്ട് ചെയ്യുക, ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുക, ചാറ്റ് സെലക്ട് ചെയ്യുക, നമ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് മാത്രമാണ് അതിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ടൂൾസുകളുണ്ട്. ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തത് ഈ വെബ്സൈറ്റിലൊക്കെ കുറേ പബ്ലിക് ഗ്രൂപ്പുകളുണ്ടാവും. ആ ഗ്രൂപ്പുകളുടെ ലിങ്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. പബ്ലിക്കായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പല സൈറ്റിലുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് ഏതെങ്കിലും ബ്രൗസറിലേക്കായിരിക്കും. ആ ബ്രൗസറിൽ പോയാൽ നമുക്ക് ഒരുപാട് സൈറ്റുകൾ കാണാൻ പറ്റും. ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. ആ ലിങ്കുകൾ ജസ്റ്റ് ഇവിടെ വന്ന് സ്റ്റാർട്ട് ഗ്രാബിങ് കൊടുത്താൽ നമുക്കിതൊരു എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ ലിങ്കുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ ഒരു സൈറ്റിൽ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തെടുത്തു. ആ കോപ്പി ചെയ്തെടുത്തിട്ട് ലിങ്ക് ഒരു എക്സൽ ഫയലിലാണെങ്കിൽ ആ ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്താൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കുകളൊക്കെ ഇവിടെ ഉണ്ടാവും. എല്ലാ ഗ്രൂപ്പിലേക്കും ഒറ്റ ക്ലിക്കിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഓട്ടോ ജോയിനർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ജോയിനർ ഓപ്ഷൻ. മറ്റൊന്ന്, ഗ്രൂപ്പിലേക്ക് ബൾക്കായിട്ട് ആളുകളെ ആഡ് ചെയ്യാൻ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ പിന്നെ അതിലേക്ക് ഓരോ ആളുകളെയും നമ്പർ സേവ് ചെയ്തുകൊണ്ട് അവരെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ബിസിനസ് വാട്സപ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ CRM സോഫ്റ്റ്വെയർ എന്നൊക്കെ ലാബിൽ നിന്ന് വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ ഇന്നൊരു ബിസിനസ്സിലൊരു ലാബിൽ ക്രിയേറ്റ് ചെയ്തു. ആ ലാബിലെ കോണ്ടാക്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ എക്സൽ ഫയലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ എക്സൽ ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് ക്ലിക്ക് കൊടുത്തുകൊണ്ട്
ഏത് ഗ്രൂപ്പ് ഇവിടെ ഇതേ രീതിയിൽ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുക. ഇനീഷ്യേറ്റ് ചെയ്താൽ നമുക്കവിടെ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് വരും. ഏത് ഗ്രൂപ്പിലേക്കാണ് അവർ ആഡ് ചെയ്തതിന് ശരി ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇനി നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ നമ്പേഴ്സുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഗ്രൂപ്പ് ഫൈൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കീവേഡ്സുകൾ സെർച്ച് ചെയ്തുകൊണ്ട് പബ്ലിക് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, പിന്നെയുള്ളത് ബൾക്കായിട്ട് ഗ്രൂപ്പ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഇപ്പോൾ ഒരു 5 ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 5 ഗ്രൂപ്പുകളൊക്കെ വളരെ പെട്ടെന്ന് ഒരു നമ്പർ ഡിഫോൾട്ടായിട്ട് വെച്ച് കൊടുത്താൽ അതിലൊക്കെ അഡ്മിൻ ആയിക്കാണ്ട് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്ത് വരും. ഇനി അടുത്തത് ഓട്ടോമേഷൻ്റെ ഭാഗത്ത് വരുന്നതാണ് നമുക്ക് ചാറ്റ് ബോട്ട്. നമ്മുടെ CRM സോഫ്റ്റ്വെയറിൽ വളരെ പക്കയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫീച്ചേഴ്സാണിത്. ഇതിൽ വർക്ക് ചെയ്യാനില്ല, പക്ഷേ ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് പുതിയൊരു ചാറ്റ് ബോട്ട് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി ആഡ് റോൾ എന്നുള്ളതിലെടുക്കുക. എന്താണ് ഒരു കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയക്കുക. ഇപ്പോൾ ഹായ് എന്നൊരു മെസ്സേജ് വന്നാൽ നമുക്ക് ആ മെസ്സേജ് ഈ ഹായ് എന്നുള്ളത് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് വരണോ, അല്ല ആ ഒരു നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായാൽ മതിയോ, അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ മാത്രം മതിയോ, എൻഡിൽ മാത്രം മതിയോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ഹായ് എന്നുള്ളൊരു അക്ഷരം കണ്ടാൽ, HI എന്ന് കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ മറുപടി പോകണം. അപ്പോൾ അതിന് ഹായ് എന്നവിടെ കൊടുക്കുക. ഇതിവിടെ കീവേഡ്സാണ്. ഒരു കസ്റ്റമർ എന്താണ് നമുക്ക് അയക്കുന്നത് ആ കീവേഡ്സ് കൊടുക്കുക. ഇവിടെ അതിൻ്റെ ഓപ്ഷൻ കൊടുക്കുക, ഏത് രീതിയിലുള്ള മെസ്സേജാണ് വേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ടിൽ ഹായ് എന്ന് കൊടുത്താൽ മാത്രം മെസ്സേജ് പോയാൽ മതി. സ്റ്റാർട്ടിൽ ഹായ് എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ആ മെസ്സേജ് പോകും. അതിനുശേഷം ആഡ് മെസ്സേജ് കൊടുക്കുക. എന്താണോ അയാൾ മെസ്സേജ് അയക്കേണ്ടത് വെച്ചാൽ ആ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് നേരത്തെ പോലെ തന്നെ കണക്റ്റ് ആവും. കണക്റ്റായ വാട്സപ്പിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ 2 വാട്സപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പിൽ ഇതേ രീതിയിൽ എന്ത് ചെയ്താൽ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഇതിലുള്ളത് നമ്പേഴ്സ് ഫിൽറ്ററിൻ്റെ ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ എക്സൽ ഫയലിൽ നമുക്ക് ആരെങ്കിലും കുറച്ച് നമ്പേഴ്സൊക്കെ തന്നു. അപ്പോൾ അവർക്ക് വാട്സപ്പ് ഉണ്ടോ, എല്ലാവർക്കും ചിലപ്പോൾ വാട്സപ്പ് ഉണ്ടാവില്ലല്ലോ. വാട്സപ്പ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്പർ ഫിൽറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് 2 വാട്സപ്പുകൾ ഒന്നാക്കുന്ന ഓപ്ഷനാണ്, ഗ്രൂപ്പുകൾ ഒന്നാക്കുന്ന ഓപ്ഷനാണ്, മറ്റൊന്ന് ഷെഡ്യൂൾ ചെയ്യുന്ന ഓപ്ഷനാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഫീച്ചേഴ്സുകൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. പിന്നെ നമുക്ക് ഗൂഗിളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ മാപ്പിൽ നിന്ന് നമ്പേഴ്സുകൾ ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായ കീവേഡ്സുകൾ ഇവിടെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ കീവേഡ്സുകൾ സെർച്ച് ചെയ്ത് കൊടുക്കുക, സെർച്ച് കൊടുക്കുക. ഇവിടെ ആ സമയത്ത് അത് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ, ആ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് വരിക. അതിനുശേഷം നമുക്കിവിടെ സ്റ്റാർട്ട് എന്നുള്ളത് കൊടുത്താൽ നമ്പേഴ്സുകൾ കിട്ടും. മൊത്തത്തിൽ എല്ലാ ഡാറ്റയിലും ഉണ്ടാവും. ഗൂഗിളിലെ റിവ്യൂസും അവരുടെ ഇപ്പോഴത്തെ റേറ്റിംഗ് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് നിലവിലൂടെ കാണാൻ പറ്റും. ഇതും ഇതേ രീതിയിൽ ഇമ്പോർട്ട് ചെയ്യുക. നമ്പേഴ്സ് മാത്രം മതിയെങ്കിൽ എക്സ്പോർട്ട് നമ്പേഴ്സ് കൊടുക്കുക. ഇമ്പോർട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള അവിടെ മെസ്സേജ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ബൾക്കായിട്ട്, അവിടേക്ക് ഈ നമ്പേഴ്സുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മറ്റൊന്ന് ഇതിൽ വരുന്ന എല്ലാ ഡാറ്റകളും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഏതാണോ ഫീച്ചേഴ്സ് വേണ്ടത് വെച്ചാൽ ആ ഫീച്ചേഴ്സ് മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് വെബ്സൈറ്റ്. ഇത് ഒരു വെബ്സൈറ്റ് കൊടുത്താൽ ആ വെബ്സൈറ്റിലുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഗ്രാബ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലത്തതിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്പർ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റൊന്ന് നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സുകൾ ഗൂഗിൾ ഫയലിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയൽ സെറ്റ് ചെയ്യുന്നതാണ്. ഇത്രയും ഫീച്ചേഴ്സുകൾ, ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിന് എന്തായാലും ഇത് നല്ല രീതിയിൽ ഉപകാരപ്രദമാവും എന്നുള്ളതിലൊരു സംശയമില്ല. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ റേറ്റ് വരുന്നത് 299, 1 ഇയർ, 499 ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ ഞങ്ങളായിട്ട് ചാറ്റ് ചെയ്യാം. ഒരു വീഡിയോയുമായി വരുന്നത് വരെ കാണാം. ഗുഡ് ബൈ.